ഹലോ ഫ്രണ്ട്സ്, മനുവിൻ്റെ അലിനയുടെ വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരും ആങ്ങളമാരും റീത്തയും എൽസയും എല്ലാം കടന്നു വന്ന് ഭയങ്കര ഗംഭീര പ്രകടനം നടത്തിയായിട്ടെന്നുള്ള കാര്യം ലാസ്റ്റ് വിശേഷങ്ങൾ നമ്മൾ പങ്കുവെച്ചാണ്. ലാസ്റ്റ് സ്റ്റീഫൻ പറയുവാണ്, അങ്ങനെ പോയാൽ എങ്ങനെയാ വീതം വെക്കാതെ അത് സ്ഥലം വീതം വെക്കാതെ അല്ല ഈ സ്വത്ത് സ്റ്റാലിൻ്റെ സ്വത്ത് വീതം വെക്കാതെ എങ്ങനെ പോകുന്നത് എങ്ങനെ ശരിയാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് എൻ്റെ സ്വത്ത് ആർക്ക് വീതം വെക്കണം, എങ്ങനെ വീതം വെക്കണം, എപ്പോൾ വീതം വെക്കണം എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും സ്റ്റാൻലി അല്ല സ്റ്റീഫ എന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് സ്റ്റീഫൻ തടഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അറിയാലോ ഒരു പശുക്കിടാവിനെ പോലെ തന്നെ അത്രയും മുഴുപ്പത്തിൽ നിൽക്കുന്ന ആ രണ്ട് പട്ടികൾ ചാടി എഴുന്നേക്കാണ്. അത് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ കളം മാറി. എല്ലാവരും എതിരെ നിന്നവർ പോലും സമാധാനത്തോടെ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ് വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒന്നുമില്ല, ബാക്കി എല്ലാവരും ഇറങ്ങി തിരിച്ച് അവരവരുടെ വണ്ടികളിലൊക്കെ കയറി തിരിച്ച് പോകുന്നവരെ നമ്മുടെ സ്റ്റാൻലിയും പട്ടിക്കുട്ടികളെല്ലാം നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആർക്കും ഒന്നും അനങ്ങാൻ പറ്റാത്തത്. സ്റ്റാൻലി അതുപോലെ പേടിയാണ് അവിടെ എല്ലാവർക്കും. അതായത് എൽസമ്മയുടെ ആങ്ങളമാരും ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കുടുംബമാണ്. ഒരു IAS ഉദ്യോഗസ്ഥയെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞൊരു കുടുംബമാണ്. പക്ഷെ സ്റ്റാൻലിയുടെ ഫ്രണ്ട്, അത് സ്റ്റാൻലി ഒരൊറ്റ ആളാണ് ഇപ്പോൾ സ്റ്റാൻലിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര പേടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കാണിക്കുന്ന പറയുമ്പോൾ നമ്മുടെ കടപ്പാട്ടൂർ ഗംഭീര പ്രകടനം അടുത്ത സംഭവം നടത്തോണ്ടിരിക്കുക. നമ്മുടെ വായിച്ച വന്നിട്ട് ചോദിക്കുന്നു, എടി ബബിതേ നീ ഇങ്ങോട്ട് വന്നേ, വീട് പണിയൊക്കെ ആരാ ചെയ്യുന്നത്, ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ ശരിയാകുന്നത്, എന്താ കാണിക്കുന്നേക്കുന്നു. അപ്പം ഒരു അലസത രീതിയിൽ നമ്മുടെ ബബിത ഈ ഓരോ പുസ്തകത്തിൻ്റെ താളുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നീ പഠിക്കുവാണോ അല്ല വേറെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ ചോദിച്ചു. ഉടനെ അത് അമ്മയുടെ ഇഷ്ടം. അതിപ്പോൾ ഞാൻ ചിലപ്പോൾ കാണിക്കാനിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കുമായിരിക്കും. അതിപ്പോൾ അമ്മ ചിന്തിക്കുന്ന പോലെ അമ്മ എടുത്താൽ മതി എന്നുള്ള രീതി പറയാണ്. നീ തർക്കുത്തരം പറയാതെ നീ കടന്നു വാ, നീ പെട്ടെന്ന് വാ, വന്നിട്ട് അടുക്കള പണിയുണ്ട് എന്ന് പറയും. ഞാൻ കടന്നു വന്നു, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് എൻ്റെ രീതിയിൽ മുമ്പോട്ട് പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം, നീ അമ്മേനെ സഹായിക്കേണ്ട കാര്യമില്ലോ, ഇവിടുത്തെ ജോലിക്കാരികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തിയെ കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീ അതൊന്നും പറഞ്ഞിരിക്കണ്ട, കാരണം എനിക്കിവിടെ വയ്യ, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് നിങ്ങൾക്ക് വെച്ചും പെറുക്കിയും തന്നേക്കുന്നത്. ഇവിടെ 3 പേരും 2 പെണ്ണുങ്ങളും ഒരാണും ഉണ്ട്, അവരൊന്നും ചെയ്യാതെ ഇപ്പം ഞാൻ തന്നെ ഇവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറയുന്നത്. അത് നടക്കത്തില്ലെന്ന് അമ്മ എന്തിനാ പറയുന്നത്? ഇവിടെ നല്ലൊരു പെണ്ണ് നിന്നല്ല, അവരെ ആട്ടി ഓടിച്ച് വിട്ടത് അമ്മ തന്നെ. രണ്ടാമത്തെ കാര്യത്തിൽ ഇപ്പം വേറൊരു ജോലിക്കാർ വന്നല്ലോ, അവരെന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്ക് അവർ 2 ദിവസത്തെ ജോലിക്ക് വേണ്ടി പോയതാ, 2 ദിവസത്തെ റെസ്റ്റിന് വേണ്ടി പോയതാ, ഇപ്പം 3 ദിവസം കഴിഞ്ഞിട്ട് വരുന്നില്ല. എങ്ങനെ വരാനാ? അമ്മയുടെ ഈ സ്വഭാവത്തിന് ആരും വരത്തില്ല, ഇവിടെ ആരും നിൽക്കത്തില്ല, അമ്മയുടെ സ്വഭാവത്തിന് ആരും നിൽക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നീ എത്തൊന്നും പറയേണ്ട കാര്യമില്ല, നീ ഇവിടെ വന്നിട്ട് ഇവിടെ ജോലിയുണ്ട്, ഒരുപാട് ജോലിയുണ്ട്, ആ ജോലിയൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയണേ, അത് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പഠിക്കാനും എൻ്റെ നാട്ടിലെ ഭാവി നോക്കണം, എനിക്കിവിടെ അടുക്കളപ്പണിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഒരുത്തിയുണ്ടല്ലോ, ഒരു കൊച്ചമ്മ അഭിനയിച്ചിരിക്കുന്ന അവളെ വിളിക്കുക, അവള് വന്ന് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവളവിടെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് എന്ന് പറയുകയാണ്. എനിക്കറിയത്തില്ല, അവളെയും വിളിച്ച് പണി ചെയ്യിപ്പിക്കുക എന്ന് പറയുകയാണ്. നീയൊക്കെ ഇങ്ങനെ അനുഭവിക്കട്ടെ, നീയൊക്കെ ആരെ കണ്ട തുള്ളുന്നെന്ന് എനിക്കറിയാം, അത് ഇത്ര നാൾ ഞാൻ പറഞ്ഞ് കേട്ടനുസരിച്ച് 2 പിള്ളേരായിരുന്നു, ഇവിടെ ഇപ്പോൾ സമാധാനമില്ല, സന്തോഷമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആര് കാരണം കൊണ്ടില്ലാത്ത ഒരു കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊക്കെ ആദ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ പണി ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, ഇപ്പം എന്നാ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങനെയാ, ഇപ്പം അങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറയാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാം പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ വൈജി ഇറങ്ങിപ്പോയിട്ട് അവിടെ ഇവിടെ എല്ലാം ഓരോന്നൊക്കെ ചെയ്ത് ഉച്ചക്കത്തേക്ക് ഫുഡാക്കി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് വൈജി പറയുന്നുണ്ട്, എന്താ ആരും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചെയ്തപ്പോൾ ഡൈനിങ് ടേബിളിൽ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ആരും കഴിക്കുന്നില്ല, കഴിക്കാം എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് നിങ്ങൾ അമിത മുറ്റം തൂക്കുന്ന, ഒരുത്തിയാണ് ചായ എടുക്കുന്ന, മറ്റൊരുത്തനാണെങ്കിൽ കാറ് കഴുകുന്ന, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര ജോലിക്കാരൊക്കെ ആയിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്നാ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രോഹിത് പറയാം, അമ്മേ ഇതിവിടെ ഒരു നല്ലൊരു കുടുംബമായിരുന്നു, നല്ലൊരു യൂണിറ്റി ഉണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഐക്യമത്യത്തോടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ വന്ന് ഒന്നും ചെയ്യേണ്ട, എല്ലാം നിങ്ങൾ ചെയ്യേണ്ട, മറ്റുള്ളവരെല്ലാം ജോലിക്കാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട് എന്നുള്ള രീതി പറഞ്ഞ് അമ്മ മാറ്റി വിട്ടതായി സംഭവം. ഇത് എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ ചെയ്യുന്നെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ?
അമ്മ അനില ചേച്ചിയോടുള്ള വാശി കൊണ്ട് കാണിച്ച പരിപാടിയാണ്. പക്ഷെ അമ്മ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. അമ്മ ഇപ്പം പറയുന്നത് അമ്മയുടെ കാര്യം ഞങ്ങൾ നോക്കുന്നില്ല, അമ്മയെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മ ജോലിക്കാരി കൊണ്ട് അവർ പോലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുക മേലെ ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ബബിതയെ നോക്കി ചിരിക്കുവാണ്. അപ്പം ബബിത എന്നിട്ട് രോഹിത്തിനോട് ചോദിച്ചു, രോഹിത്തേട്ടാ അനില ചേച്ചി വിളിച്ചോന്ന് ചോദിച്ചു. ഇല്ല വിളിച്ചില്ല, ഇന്ന് വിളിച്ചില്ല, മിനിഞ്ഞാന്ന് വിളിച്ചു, 4-ാം നാളും വിളിച്ചായിരുന്നു പറഞ്ഞു. ആണോ, ശരി എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവിടുത്തെ ഫോണിൽ റിസീവറിൽ റിങ് ചെയ്യുകയാണ്, ഫോൺ റിങ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം പോയി എടുക്കുന്നത് നമ്മുടെ വൈജയന്തി എടുത്തിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഭവിത ചോദിക്കുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ അത് റോങ് നമ്പറാന്ന് പറയാം. റോങ് നമ്പറോ, ശരി എന്ന് പറയാം. അത് കഴിഞ്ഞ് അടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനിരിക്കും. പിന്നെയും ഒന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെയും റിങ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും പോയി എടുക്കുമ്പോഴത്തേക്ക് പറയാം ഇതാരാ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം അത് പിന്നെ റോങ് നമ്പറാ ഭവിത, നീ ഇത് കഴിക്കാൻ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ അത് അല്ല ചേച്ചിയല്ലേ ചോദിക്കുക. അമ്മ ആണെങ്കിൽ നിനക്കെന്നെ കാര്യം ചോദിക്കുക, അമ്മ ഒന്ന് കോൾ എടുക്കാൻ പറയും. അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് പിന്നെ കോൾ എടുക്കുമ്പോഴത്തേക്ക് അവർ എടുത്തിട്ട് പറയാണ് ഇവിടെ ബാലനില്ല, പുറത്ത് പോയേക്കുക, പിന്നെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉടനെ ഭവിത ചോദിക്കുന്നുണ്ട് ഇതിപ്പം ആരുമില്ല നമ്മ പറയുന്നുണ്ടല്ലോ, ഇത് അല്ല ചേച്ചി അല്ലെന്നുണ്ടെങ്കിൽ ആരും ഇല്ലെന്ന് പറയേണ്ട കാര്യം അമ്മയ്ക്ക് എന്നാ? കാരണം ഞാൻ അമ്മ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം ഒറ്റൊരു കാര്യമുണ്ട്, എന്നാ ബാലനില്ലെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ വേറെ ആരും ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. വേറെ ആരും ഇല്ലെന്ന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റോങ് നമ്പറിനോട് അങ്ങനെ പറയേണ്ട കാര്യം. അപ്പം ഞങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരാളാണല്ലോ വിളിക്കുന്നത്. അപ്പം ശരിക്കും അല്ലിനെ ചേച്ചി തന്നെയല്ലേ വിളിച്ചത്, എന്തുകൊണ്ട് അമ്മ അത് മറച്ചു വെക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതെ അല്ല വിളിക്കുന്ന എനിക്ക് തരാൻ സൗകര്യം ഇല്ലെന്ന് പറയുമോ. ഉടനെ എന്ന് പറയാം അമ്മ ഞാൻ വിളിക്കും, എനിക്ക് വിളിക്കണം, ചേച്ചി വിളിക്കണം എന്ന് പറഞ്ഞ് നീ വിളിക്കാൻ പാടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് വിളിക്കാൻ പാടില്ലാത്തെന്ന് പറയുമ്പോഴത്തേക്ക് വിളിക്കാൻ പാടില്ല. അമ്മ മാറിക്കെന്ന് പറഞ്ഞ് ഫോൺ റിസീവറിൽ കൈ തൊട്ടിട്ട് ഭവിത വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എടി നിന്നോടല്ല പറഞ്ഞ് വിളിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ മാറിക്കെന്ന് പറയുമ്പോഴത്തേക്ക് കോള് എടുത്ത് റിങ് ചെയ്യാൻ, അതായത് ഇൻകമിങ് വന്ന ആ കോള് ഇൻകമിങ് വന്ന കോള് തിരിച്ചങ്ങോട്ട് വിളിക്കാൻ റിസീവർ ഡയൽ ചെയ്യുമ്പോഴത്തേക്ക് വൈജയന്തി കൈ കയറി പിടിച്ച് റിസീവർ താഴെ വെക്കുവാണ്. ഈ കലിമൂത്തിട്ട് ഒരു 2 പ്രാവശ്യം അങ്ങനെ ആവർത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് കലിമൂത്ത് ഭവിത ഈ റിസീവർ എടുത്ത് ഒറ്റ അടി അടിക്കുന്ന ടേബിളിട്ട് അടിച്ച് പൊട്ടാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ റിസീവർ എടുത്ത് അടിച്ച് തറയടിച്ച് പൊട്ടിക്കുവാണ്. കൂടാതെ ഇന്ന് ഫോണും തറയെ വീണു, തറ അടിച്ച് പിന്നെയും തറ അടിച്ച് പൊട്ടിക്കണം. എടീന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ വൈജയന്തി കറക്റ്റ് ഒറ്റ അടി അടിക്കുകയാണ് നമ്മുടെ ഈ ഭവിതൽ കർണക്കുട്ടി നോക്കി അമ്മ അടിച്ചോ എന്താണെന്ന് ഞാൻ ഇതന്നെ ചെയ്യത്തുള്ളൂ. കാരണം നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, ഇതിപ്പം നമുക്ക് വിളിക്കാൻ മേടിച്ച് വെച്ച സാധനത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരികയാണെങ്കിൽ എന്തിനു ഉപയോഗം ഒരു കാര്യമില്ല, ഞാൻ ഇത് പൊട്ടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ പൊട്ടിയ പീസുകളെ പിന്നെ വലിച്ച് എടുത്തുകൊണ്ട് പിന്നെ അടിച്ച് പൊട്ടിക്കണം. പൊട്ടിച്ചുകൊണ്ട് കൃഷ്ണമോളും രോഹിത്തില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഒരു വണ്ടി കടന്നു നിൽക്കുകയാണ്. വണ്ടി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ബാലൻ വന്ന് കയറി വരികയാണ്. കാലം വന്നപ്പോഴത്തേക്ക് ഇവിടെ ബബിതയുടെ കരച്ചിലും വൈജയന്തി ദേഷ്യപ്പെട്ട് നിൽക്കുന്നതൊക്കെയുള്ളൊരു സീനാണ് കാണുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്, എന്നാ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം ബബിത പറയുക ഞാൻ ഫോൺ തല്ലിപ്പിടിച്ച് അല്ലിനെ ചേച്ചി വിളിച്ചിട്ട് ഫോൺ തരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാ വിഷയം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രോഹിത്ത് പോയി കൈ പിടിച്ചിട്ട് പാടി എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ബലമായി കൈ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അമ്മയെ വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ രണ്ട് മാറ്റി നിർത്തി അപ്പം സംസാരിച്ചോളം പറഞ്ഞ് അലിനെ ബബിതയും വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ നമ്മുടെ രോഹിത്ത് ബബിതിനെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോവാണ്. റൂമിൽ പോയിട്ട് മോളെ നീ ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് അവളെ പതിയെ ആ ദേഷ്യത്തിൽ കരഞ്ഞിരിക്കുവാണ്. ആ കരച്ചിലോട് കട്ടിലേക്ക് കിടത്തിയിട്ട് അവൾ എങ്ങനെ അടിച്ച് കരയുന്നുണ്ടോ ഓരോ കാര്യം ആലോചിച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ ഓർത്ത് കരയാണ്. അപ്പം രോഹിത്ത് പതുക്കെ തൻ്റെ അതായത് അലീനെ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ പ്രകാരം തൻ്റെ തലയിലും നെറ്റിയിലെല്ലാം കൈവച്ച് തടവി പതുക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബബിതനെ. അപ്പം അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു പാത്രത്തിന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് തൻ്റെ കൈ ഒന്ന് മുക്കുന്നുണ്ട്. അതായത് ബബിത കൈ കഴുകാതെയാണ് വന്നത്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പം ഫുഡ് അപ്പോൾ കൈ മുക്കി കഴുകിയിട്ട് മാറി വന്നിങ്ങനെ അവൾ കടന്നോളൂ എന്ന് ഓർത്തിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ വൈകിട്ട് ഒരു വണ്ടി വന്നിരിക്കുകയാണ്. വണ്ടിയിൽ വരുന്നത് നമ്മുടെ മനുവാണ്. മനു വന്ന് കഥ തുറന്ന് കയറി അകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ
വൈദ്യനെ കണ്ടിട്ട് ചോദിക്കും, ആൻറ്റി എന്നാണ്ട് വിശേഷം എന്നാണ് ചോദിക്കുക. എന്നാ വിശേഷം ഇന്നെന്നാ? അപ്പം റൂമൊക്കെ വീടൊക്കെ കിടക്കുന്ന കണ്ടൊരു അലങ്കോലമായിട്ട് കിടക്കുന്ന കണ്ടിട്ട് ഇന്നെന്നാ ഇങ്ങനെ ഒരു മൂടിയായിട്ട് കിടക്കുന്ന ഒരു അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു അടുക്കും ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, ഓ ഒരു പ്രകാശമില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, അയ്യോ ഒരു അലീന നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര പ്രകാശമായിരുന്നല്ലോ. ഇപ്പം നമ്മളാണല്ലോ ആരുടെയും ജീവിതത്തിൽ പ്രകാശം. എല്ലാവരുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞൊരു ജീവിതമാണല്ലോ നമ്മൾ തരുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മളെ ഒന്നും പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. ആൻറ്റി കുത്തി നോവിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തർക്കിക്കാനോ അല്ലെങ്കിൽ വേറൊന്ന് വാഗ്വാദത്തിനോ നിൽക്കുന്നില്ല. ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയാണ് വന്നതെന്ന് പറയും. എന്തിനെന്ന് പറഞ്ഞാൽ എന്താ ആവശ്യം അല്ല, എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് പോകാൻ നിർത്തും. എന്തേ ബബിതയും രോഹിത്തൊക്കെ എന്തും ചോദിക്കുമ്പോഴാണ് എന്നിട്ട് അവർ മേലെ ഉണ്ടെന്ന് പറയും. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്ത് പോവാണ്. രോഹിത്തിൻ്റെ ചെന്നിട്ട് എന്നാ ഉണ്ടോ വിശേഷം ചോദിക്കും. നല്ല എന്നെ മനു ചേട്ടാ. അലീനെ വിളിക്കാറുണ്ടോ? എന്നെ വിളിക്കാറുണ്ട് ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാണ്ട് അവിടുത്തെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, എന്നാ മനു ചേട്ടാ എന്നെ കളിയാക്കുവാണോ? ഏറ്റവും കൂടുതൽ അലിന ചേച്ചി വിളിക്കുന്ന മനുവേട്ടനല്ലേ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. എടാ എന്നെ വിളിക്കാറില്ലെന്നല്ല, വല്ലപ്പോഴേക്ക് വിളിക്കും. എന്നിട്ട് 2 മിനിറ്റ് സംസാരിക്കും, കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വെക്കുകയോ ചെയ്യുന്നത്. അല്ലാതെ കൂടുതൽ നേരം ഒന്നും അവൾ എൻ്റെ അടുത്ത് നിൽക്കാറില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, ആണോ ശരി, ഇപ്പം എന്താ വിശേഷം എന്ന് കഴിയുമ്പോഴത്തേക്ക്, ചേച്ചി ജോലി ചെയ്ത സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. ചേച്ചി എന്തോ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പോയി അന്വേഷിക്കുകയോ പറയുമോ എന്ന് ഓർത്തിട്ടായിരിക്കും ചേച്ചി പറയാത്തത്. പക്ഷേ ചേച്ചി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എന്തിനാ കള്ളത്തരം പറയുന്നത് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, ചേട്ടനോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം ചേട്ടനോട് ഇപ്പം പോയ സ്ഥലത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ, എന്നോടും പറഞ്ഞില്ലടാ എന്ന് പറയാണ്. നിൻ്റെ പെങ്ങളെന്തെയാ ബബിത എന്തെയാ, അവൾ എന്നെ കണ്ടിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നതെന്ന് ചോദിച്ചു. അതേ ചെറിയൊരു വിഷയം ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യം വിശദീകരിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, ശരി അപ്പോൾ അവളെ ഒന്ന് കാണണ്ടേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവളോട് അവൾക്ക് എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി നേരെ ചെല്ലുവാണ്. എന്നെ ബബിത മോളെ വിശേഷം ഒന്നുമില്ല അവനുമായിട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക്, ശരി പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്നെ കാര്യം പറ. അലീനയ്ക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയാം. എനിക്ക് ആരോടും സംസാരിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക്, നീ എന്തിനീ ദേഷ്യം കാണിക്കുന്നു? നിനക്ക് അമ്മയോടുള്ള ദേഷ്യം നീ അലീനോട് തീർക്കാതെ നീ കാര്യം പറയാമെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല മനുവേട്ടാ എനിക്ക് ആരോടും സംസാരിക്കേണ്ടെന്ന് പറയാം. കൊച്ചെ നീ കളിക്കില്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ ഫോൺ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് മനുവിൻ്റെ ഫോൺ എടുത്തിട്ട് കൊടുക്കുവാണ്. ഉടനെ പറയണേ, എനിക്ക് വേണ്ട, ഞാൻ സംസാരിക്കത്തില്ല, എനിക്ക് വേണ്ടെന്ന് പറയാം, മര്യാദയ്ക്ക് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ഡയൽ ചെയ്തിട്ട് കൊടുക്കുക. ഉടനെ പറഞ്ഞ്, മനുവായിട്ട് ഞാൻ സംസാരിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, ഇടി നീ പറഞ്ഞ് കേൾക്ക് കൊച്ച, നീ കളിക്കാതെ എന്ന് പറഞ്ഞിട്ട് പാതി റിങ് അടിച്ചുകൊണ്ടിപ്പോൾ തന്നെ കൊടുത്ത് പെട്ടെന്ന് ബബിത ഫോൺ തട്ടി മാറ്റുവാണ്. തട്ടി മാറ്റി കഴിയുമ്പോഴത്തേക്ക് റിങ് എടുക്കാറാകുമ്പോഴത്തേക്ക് പിന്നെ മനു ആ ഫോൺ എടുത്തിട്ട് പറയണ, അലീന ഞാനാ മനുവാണ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ കടപ്പാട്ടൂരുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, മനുവേട്ട ഈ ഫോൺ ദയവ് ചെയ്ത് ബബിതയ്ക്ക് ഒന്ന് കൊടുക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അവൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ അവൾ ഫോൺ മേടിക്കുന്നിരുന്ന കൊടുക്ക്, ഞാൻ സംസാരിച്ചോളെന്ന് പറയുമ്പോഴത്തേക്ക്, ശരിയാ കൊടുക്കുവാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ബബിത ഈ ഫോൺ മേടിച്ചിട്ട് ഹലോ എന്ന് വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര പതിഞ്ഞ സൗണ്ട്, എന്താ മോളെ നിനക്ക് എന്താ പറ്റിയേ, നീ എന്താ കരഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല ചേച്ചി ഇന്ന പോലെ വിഷയങ്ങളാണ് നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, നീ എന്തിനാ അതിൽ നീ വിഷമിക്കുന്നത്, നിൻ്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല ഞാനൊന്നും തെറ്റിയതില്ല, ചേച്ചിയുടെ കോൾ വന്നപ്പോഴത്തേക്ക് അറ്റൻഡ് ചെയ്യാൻ പോയതുകൊണ്ടാണ് ഇങ്ങനെ വിഷയം വന്നത്. ഞാൻ എന്നിട്ട് കോള് ചേച്ചിയെ തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്മ സമ്മതിക്കുന്നില്ല, ഫോൺ പിന്നെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കേണ്ടതായിട്ടൊക്കെ വന്നു. അപ്പം നീ കാണിച്ചത് മോശമല്ലേ, നീ എന്തിനാ ഇത്രമാത്രം ഈ അമ്മനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ചോദിക്കുക. അല്ല അപ്പം അമ്മ ചെയ്യുന്ന തെറ്റല്ലേ ചേച്ചി, കാരണം ഞാൻ ഒരു കോള് വന്ന് അതാർക്കാണ്ടെന്ന് കൊടുക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇടി പ്രായമൊക്കെ ഉള്ള ആളല്ലേ, അമ്മയ്ക്ക് അമ്മയുടെ നാട്ടിൽ വിഷമങ്ങളുണ്ട്. അമ്മയ്ക്ക് ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പം നിനക്ക് എന്തെങ്കിലും പറയാൻ നിൻ്റെ രോഹിത്തുണ്ട്, കൃഷ്ണമോളുണ്ട്, അപ്പനുണ്ട്, പിന്നെ ഞാനിവിടെ ഉണ്ട്, മനുവേട്ടുണ്ട്, പല ആൾക്കാരും ഉണ്ട്. പക്ഷെ അമ്മയുടെ വിഷമം, അമ്മയ്ക്കെതിരെ നിൽക്കുന്നതാണ് എല്ലാവരും എന്ന് ഓർത്തിട്ട് ഒരു ഒറ്റയ്ക്ക് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന, അമ്മയ്ക്ക് ആരുടെ മുമ്പേ തോറ്റു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും മുമ്പേ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ പക്ഷെ അവർ ആ വിഷമങ്ങൾ ആരോട് പറയാൻ വേണ്ടിയാ, ആര് അത് കേൾക്കും? അപ്പം നീ മക്കളായിട്ടുള്ള നീയും ഞാനും അല്ലേ കേൾക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക്, നമ്മളെ പോലുള്ളവരെല്ലാം ക്ഷമിച്ചു കൊടുക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക്, ശരി ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ ചെയ്യുന്ന അമ്മയോട് ക്ഷമ പറയണമെന്ന് പറയും. അപ്പോൾ ഇല്ല ഞാൻ ക്ഷമ പറഞ്ഞാലും അമ്മ പറയും, നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടല്ലോ നീ ചെയ്ത തെറ്റാണല്ലോ എന്ന് നീ ബോധ്യപ്പെട്ടല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു പറയുമ്പോഴത്തേക്ക്, അതൊന്നും നീ കാര്യമാക്കണ്ട, അമ്മ അങ്ങനെ പറഞ്ഞു ഞാൻ വിഷയമില്ല, കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയല്ലേ പറയുന്നതെന്ന് ഓർത്ത് നീ വിട്ട് കളഞ്ഞാൽ മതി എന്ന് പറയണം. ശരി ചേച്ചി എന്ന് പറയാണ്. അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് നേരെ ചെല്ലുന്ന ബാലേന്ദ്രനോടാണ്. ബാലേന്ദ്രൻ നേരെ ചെന്നിട്ട് പറയാം, അങ്കിളെ ഞാൻ വന്ന കാര്യം മനസ്സിലായോ, ഞാൻ വന്നത് എനിക്ക് നാളെ അലീനെ ഒന്ന് കാണാൻ പോകണം എന്ന് പറയാം.
ആണ്. നീ പോകുന്നതിന് പിന്നെ എന്നോട് ചോദിക്കുന്നേ? അതുകൊണ്ടല്ല, അവിടെ കൊണ്ടാക്കിയത് അങ്കിളാണ് കൊണ്ടാക്കിയത്. അങ്കിള് കൊണ്ടാക്കിയത് കൊണ്ട് അങ്കിള് തന്നെ ഇതിൻ്റെ അനുവാദം എനിക്ക് തരണം. അല്ല ഞാൻ പോയിട്ട് എന്തേലും അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലോ അങ്കിൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്തുകൊണ്ട് നീ എന്നോട് ചോദിക്കാതെ പോയെന്നുള്ളൊരു ചോദ്യം വരും. അപ്പം അതൊരിക്കലും വരാൻ പാടില്ല. അപ്പം അങ്കിള് കൊണ്ടുപോയ സ്ഥിതിക്ക് അങ്കിള് തന്നെ അതിനൊരു മറുപടി എനിക്ക് തരണം എന്ന് പറയുമ്പോഴത്തേക്ക്, നീ പൊക്കോളാം, നീ കുഴപ്പമൊന്നുമില്ല. അല്ല, വേറൊരു കാര്യമുണ്ട്, നമ്മുടെ രോഹിത് എന്നോട് ചോദിക്കുന്നുണ്ട് അങ്ങോട്ട്, ഞാനും മനുവേട്ടനോട് വരട്ടെ എന്നും, പിന്നെ എവിടെയാ ചേച്ചി എന്നൊക്കെ അറിയാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് നമ്മുടെ രോഹിത് നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? ഞാനൊന്നും സത്യം പറഞ്ഞില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, നീ ഇപ്പം സത്യം പറയണ്ട, ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കേട്ടും പാഠമൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. അത് ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കിപ്പം അതെല്ലാം ഹോൾഡ് ചെയ്തേക്കാം. മാത്രമല്ല, അവിടെ ശരിക്കും അവളുടെ മകളായിട്ട് തന്നെ, മറ്റേ സ്റ്റാൻലിയുടെ മകളായിട്ട് തന്നെ, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടണ്ട എന്ന് പറയുകയാണ് നമ്മുടെ രോഹിത്. രോഹിത്തിന് മനുവിനോട് ബാലചന്ദ്രൻ. ശരിയെങ്കിലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞ് മനു ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബബിത വരുവാണ്. ബബിത വന്നിട്ട് പറയാണ്, അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്നെ മോളെ പറ. അത് ഞാൻ കാണിച്ചത് മോശമാണ്, എനിക്ക് അലീന ചേച്ചിയോട് സംസാരിക്കണമായിരുന്നു, പക്ഷെ അത് അമ്മ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ട് അമ്മ കള്ളത്തരം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്താണ് ഞാൻ കാണിച്ചത് മോശമെന്ന് അച്ഛന് തോന്നുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി അത് ആവർത്തിക്കത്തില്ല. ഇങ്ങനെയുള്ളൊരു ദേഷ്യഭാവത്തോടുള്ളൊരു സമീപനം എൻ്റെ അടുത്ത് ഇനി ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, മോളെ കുഴപ്പമില്ല, നിനക്ക് നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ. കാരണം ഇപ്പം അമ്മ തെറ്റ് ചെയ്യുന്ന പറഞ്ഞാലും നീ ചെയ്ത തെറ്റ്, അമ്മ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കത്തുമില്ല. അതിലും ഉറച്ചു നിൽക്കുന്നൊരു സ്വഭാവം നിൻ്റെ അമ്മ. അത് മറ്റുള്ളവരെ ബാധിക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ളൊരു തോന്നലില്ല. പക്ഷേ നീ നിൻ്റെ തെറ്റ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ട്, നിനക്ക് തന്നെ അതിന് ഗുണം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇവിടെ നീ ചെയ്ത തെറ്റ് നീ ശരിയാന്ന് കാണിക്കുമ്പോഴത്തേക്ക് നിന്റെ അമ്മ നിന്റെ മുമ്പ് തോറ്റു പോകത്തുള്ളൂ, അത് കുറഞ്ഞു പോകത്തുള്ളൂ. കാരണം ഞാൻ തെറ്റുകാരി ആരാന്ന് അവൾക്കറിയാം. അതായത് നിന്റെ അമ്മയ്ക്കറിയാം നിന്റെ അമ്മ തന്നെയാണ് തെറ്റുകാരി എന്ന് അവൾക്കറിയാം. പക്ഷേ അവളത് മറച്ചു വെച്ചിട്ട് നീയാണ് തെറ്റുകാരി നിന്നിൽ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴില്ലേ, അവളൊരിക്കലും ഇത്രയും പ്രായം കുറഞ്ഞ് നിന്റെ മുമ്പേ ഉയർന്നു നിൽക്കുകയല്ലേ ചെയ്യുന്നത്, നിന്റെ മുമ്പ് താന്നു പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം നിന്റെ കൂടെ നിൽക്കും. നീ അതിൻ്റെ കാര്യത്തിൽ ഇന്നിപ്പം നിന്റെ കൂടെ കാരണം നിനക്കിപ്പോൾ വിഷമിക്കേണ്ട മറ്റുള്ളവരുടെ മുമ്പേ എല്ലാം നീ ഒരു തെറ്റുകാരിയാന്ന് കാണിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും, പക്ഷെ നിന്റെ ഭാഗത്തെ ന്യായമായിട്ട് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞുവിടെ നീ പൊക്കോ മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി വെച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് വൈജയടുത്ത് ചെല്ലാണ്. വൈജയടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. ഈ ചാനലിൽ എല്ലാ ദിവസവും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ ഇടുന്നതായിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ്. അപ്പോൾ ആരും കാണാതെ പോകരുത്. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.